ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3D എഫക്റ്റുള്ള ചിത്രമാണ്. കൃത്യമായി നിലത്തു നിന്നും ഉയർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രമാണ് ഇത്തവണ വരയ്ക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ കുറച്ചൊരു പ്രയാസമുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് UP ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും മനോഹരമായി ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ രൂപത്തിൽ നിങ്ങൾക്ക് ചാർട്ടിലും നന്നായി വരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ UP തലത്തിലുള്ള ഗണിതാശയങ്ങൾ തന്നെയാണ് ഇതിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് ചെറിയ കുട്ടികൾ ഇത് നിർമ്മിക്കുന്നതിന് പ്രയാസമൊന്നും വിചാരിക്കണ്ട. അപ്പോൾ നിലത്ത് നിന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു മതിൽ, ഇഷ്ടിക കൊണ്ടുള്ള ഒരു മതിലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് കാണാനാകും. അപ്പോൾ ഒരു ഇഷ്ടികയുടെ അളവ് നമുക്ക് സാധാരണഗതിയിൽ അറിയാം. അതിൻ്റെ നീളത്തിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ വീതിയും ഉയരവും. ആ രൂപത്തിലൊരു നിശ്ചിത റേഷ്യോയിൽ 1:2 എന്നുള്ള രൂപത്തിലാണ് നീളവും വീതിയും തമ്മിൽ അല്ലെങ്കിൽ ഉയരവും തമ്മിൽ കാണാറുള്ളത്. ആ രൂപത്തിൽ തന്നെയാണ് ഞാനിത് ഈ ചിത്രവും ഡിസൈൻ ചെയ്യുന്നത്. A4 പേപ്പറിലാണ് ചെയ്യുന്നത്. A4 പേപ്പറിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ തുടക്കത്തിൽ 4 സെൻറ്റിമീറ്റർ അകലത്തിൽ 2 പോയിൻ്റ് ഇടുകയാണ്. 4 സെൻറ്റിമീറ്റർ അകലത്തിൽ കൃത്യമായി നമുക്കൊരു 6 സെൻറ്റിമീറ്റർ വരച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷേ 6 സെൻറ്റിമീറ്റർ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുത്തത് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മേലെയുള്ള ഭാഗത്തുനിന്നും 4 സെൻറ്റിമീറ്റർ കണക്കാക്കണം. അപ്പോൾ 4 സെൻറ്റിമീറ്റർ കണക്കായിട്ട് ആ വരയിലൊരു പോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ അവിടുന്ന് 6 സെൻറ്റിമീറ്ററിലേക്ക്, അതായത് 6 സെൻറ്റിമീറ്റർ താഴ്ത്തി വരയ്ക്കുക. ഇവിടെയും 4 സെൻറ്റിമീറ്റർ ഒരു പോയിൻ്റ് ഇട്ട് ഈ വരയ്ക്കുന്നത് 10.5 സെൻറ്റിമീറ്ററാണ്. 10.5 സെൻറ്റിമീറ്റർ. യെസ്. എന്നിട്ട് 3, 6, 9 3 പോയിൻ്റ്. അപ്പോൾ 1.5 സെൻറ്റിമീറ്റർ അവിടെ ബാക്കി വരും. ഇനി അതിന് 1.5 സെൻറ്റിമീറ്റർ താഴെ ഒരു പോയിൻ്റ് ഇടുകയാണ്. യെസ്. പിന്നീട് അത് ചേർത്ത് വരയ്ക്കുകയാണ്. പക്ഷേ 10.5 സെൻറ്റിമീറ്റർ അല്ല, 9 സെൻറ്റിമീറ്ററേ വരയ്ക്കുന്നുള്ളൂ. 9 വരെ മാത്രം. 3, 6 ആ പോയിൻ്റ് ഇടുകയാണ്. താഴെയും 1.5 സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇട്ട് എന്നിട്ട് അത് ചേർത്ത് വരയ്ക്കുകയാണ്. 6 സെൻറ്റിമീറ്റർ. ഇപ്പോൾ വരയ്ക്കുന്നത് 6 സെൻറ്റിമീറ്ററാണ്. 3 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇടുന്നു. മറ്റേ ഭാഗത്തും അങ്ങനെ തന്നെ. യെസ്. അത് യോജിപ്പിക്കുകയാണ്. 3 സെൻറ്റിമീറ്ററും തമ്മിൽ യോജിപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ പോയിൻ്റ് ഇട്ട് 3, 6, 9 എന്ന് പോയിൻ്റ് ഇട്ടിരുന്നല്ലോ, അതും തമ്മിൽ യോജിപ്പിക്കുകയാണ്. യെസ്. അവിടെ ആ തള്ളി നിൽക്കുന്ന ആ ഭാഗം നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ചെയ്തത് അവിടെ 6 സെൻറ്റിമീറ്റർ താഴോട്ടും ലെഫ്റ്റിലേക്ക് 10.5 സെൻറ്റിമീറ്ററാണ് എടുത്തത്. ഇനി ഈ മൂലയിൽ നിന്ന് 45 ഡിഗ്രിക്ക് ഒരു പോയിൻ്റ് ഇടുകയാണ്. അതിനുശേഷം 9 സെൻറ്റിമീറ്റർ, ആ 45 ഡിഗ്രി പോയിൻറ്റിലൂടെ കൃത്യം 9 സെൻറ്റിമീറ്റർ നേർരേഖ വരയ്ക്കുകയാണ്. 9 സെൻറ്റിമീറ്റർ. ഇതിന് പാരലലായിട്ട് സമാന്തരമായിട്ട് 9 സെൻറ്റിമീറ്റർ താഴോട്ട് വരക്കണം. അതിന് ഈ സ്കെയിൽ ഇങ്ങനെ വെച്ചാൽ പാരലലാവുന്നത് നമുക്ക് കാണാം. ഇവിടെയും സ്കെയിലിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ വര കാണാൻ കഴിയും. അതുകൊണ്ട് സമാന്തര വര തന്നെ വരയ്ക്കാം. 9 സെൻറ്റിമീറ്റർ. ഇപ്പോൾ വരച്ച 3 വരകളും 9 സെൻറ്റിമീറ്ററാണ്. ഇവിടെ നിന്നും 45 ഡിഗ്രി കോണെടുക്കുകയാണ്. 45. അപ്പോൾ അവിടെ അളക്കുമ്പോൾ അത് 135 ആയിരിക്കും കാണുക. യെസ്. ഇതും 9 സെൻറ്റിമീറ്ററിലേക്ക് വരയ്ക്കുകയാണ്. ഇവിടെയും 9 സെൻറ്റിമീറ്റർ വരക്കണം. അപ്പോൾ പാരലലായിട്ട് തന്നെ കിട്ടണം. യെസ്. 9 സെൻറ്റിമീറ്റർ. പിന്നീട് ആ 2 ഭാഗവും ചേർത്ത് വരയ്ക്കുകയാണ്. അത് 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതും ചേർത്ത് വരയ്ക്കുകയാണ്. ഇവിടെ അത് ചേർത്ത് വരയ്ക്കുമ്പോൾ 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അവിടെയൊക്കെ ഓരോ 1.5 സെൻറ്റിമീറ്ററിനും പോയിൻ്റ് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. യെസ്. 9 സെൻറ്റിമീറ്റർ, 1.5, 3, 4.5, 6, 7.5, 9 താഴെയുണ്ടല്ലോ. ഇത് തന്നെ
എല്ലാ വരകളിലും 1.5 സെൻറ്റിമീറ്ററിൻ്റെ പോയിൻ്റ്. ഇവിടെ അങ്ങനെ തന്നെ 1.5, 3, 4.5, 6, 7.5 സെൻറ്റിമീറ്റർ. ഇവിടെയും 1.5, 3, 4.5, 6, 7.5. 1.5, 3, 4.5, 6, 7.5. അപ്പോൾ ആ രൂപത്തിൽ പോയിൻ്റുകൾ ഇട്ട് കഴിഞ്ഞു. ഈ ആ പോയിൻ്റുകൾ ചേർത്ത് പാരലൽ ലൈനാണ്. ഇതാ 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള സമാന്തര വരകളാണ് വരക്കുന്നതെല്ലാം. ഇങ്ങനെ ഉണ്ടാകുന്ന രൂപത്തിലും അതിൻ്റെ ആ കോണും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. 45 ഡിഗ്രിയും അതുപോലെ 90 ഡിഗ്രി ആയിട്ടാണ് എല്ലാം ഉള്ളത്, 2 കോണുകൾ. സമാന്തര വരകൾ തന്നെയാണ് വരക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പാരലൽ ലൈൻസ് അത്രയും വരച്ചു. ഇനി ഇതാ ഇവിടെയും പാരലൽ ലൈൻ തന്നെയാണ് വരക്കുന്നത്. പക്ഷേ അതിന് പാരലലായിട്ട് വരക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ വരിക. ഇതാ ആ ലെങ്ത് 1.5 സെൻറ്റിമീറ്ററാണ്. ഈ ഭാഗത്തും അങ്ങനെ തന്നെയല്ലേ വരിക. ആ 1.5 സെൻറ്റിമീറ്റർ തിരിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. യെസ്. ഇനി താഴത്തെ ഭാഗത്തും 1.5 സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്തണം. 1.5, 3, 4.5, 6, 7.5. മേലെ 1.5, 4.5, 7.5 എന്ന് അടയാളപ്പെടുത്തുക. കാരണം മറ്റുള്ള പോയിൻ്റ് അവിടെ ഉണ്ടല്ലോ. ഇവിടെയും 1.5, 3. മേലെ 1.5 അവിടെയുണ്ട്, അതുകൊണ്ട് 3 മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. പിന്നീട് അത് ചേർത്ത് വരയ്ക്കുകയാണ്. ചേർത്ത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇഷ്ടികേൻ്റെ കട്ടിങ് പോലെ തന്നെയാണല്ലോ വരേണ്ടത്. അപ്പോൾ ഒന്നിടവിട്ടാണ് വരയ്ക്കേണ്ടത്. മേലെയുള്ള ഇഷ്ടികേൻ്റെ ആ വരയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരേണ്ടതാണ്. അതുകൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിക്കുക. മേലെ വെച്ച ഇഷ്ടികയുടെ ആ കട്ടിങ് താഴോട്ട് ഇങ്ങനെ വരണം. ഒന്നിടവിട്ട് ഗ്യാപ്പിട്ടിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ 1.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് വരക്കുന്നത്, ഒന്നിടവിട്ടാണ് വരക്കുന്നത്. അക്കാര്യം പ്രത്യേകം ഓർക്കുക. എങ്കിലേ ഇഷ്ടികയുടെ ആ കട്ടിങ് ശരിയായി വരും. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഡാർക്കാക്കി വരക്കേണ്ടതുണ്ട്. നല്ല നിറത്തിൽ കിട്ടുന്ന രൂപത്തിൽ കുറച്ചൊന്ന് തടിച്ച് ആ പെർമനൻ്റ് മാർക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല തിക്നെസ്സിൽ ആ വര വരും. പെർമനൻ്റ് മാർക്കർ ഉണ്ടായതുകൊണ്ട് പിന്നെ സ്കെയിൽ സാധാരണ മട്ടിൽ തന്നെ വെക്കാം. കാരണം മഷി പടരില്ല, പെർമനൻ്റ് മാർക്കറാണല്ലോ. ഇത് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. വരക്കുന്ന വരകളെല്ലാം 7ാം ക്ലാസ് പഠിക്കാനുള്ള പാരലൽ ലൈൻസാണ്. അതുപോലെ ആ കോണുകളെ പ്രത്യേകത നമ്മൾ കണ്ടു. എല്ലാം 45 ഡിഗ്രിയാണ്. അതിലാദ്യം ചെയ്ത മാത്രമേ 90 ഡിഗ്രി ഉള്ളൂ. പിന്നീട് വരുന്നതൊക്കെ 45 ഡിഗ്രിയിലാണ്. അപ്പോൾ ഒരു ഇഷ്ടിക കൊണ്ടുള്ള മതിലിൻ്റെ ഒരു ഭാഗം അത് ആ 3D എഫക്റ്റിൻ്റെ രൂപത്തിൽ എങ്ങനെയാണ് അത് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ ഓരോ കട്ടിങ്ങും അതുപോലെ തന്നെ ലേശമൊന്ന് ഡാർക്കാക്കി വരച്ചാൽ നല്ല രസമുണ്ടാകും. ഇപ്പോൾ ഇതാ കാണുന്ന ആ ഭാഗത്ത് ഒക്കെ കാണുന്ന സാമാന്തരികങ്ങളാണ്. ഈ മേലേ ഭാഗത്ത് കാണുന്ന ചതുരാണ്. അത് മാത്രമേ ചതുരായിട്ട്, മേലേ ഭാഗത്ത് മാത്രമേ നമ്മൾ ചതുരായിട്ട് കാണൂ. ബാക്കിയൊക്കെ ചതുർഭുജാണ്, സാമാന്തരികമാണ്, റോംബസാണ്.
ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കുക. സ്കെയിൽ ഇങ്ങനെ പുറകോട്ട് നീക്കിക്കൊണ്ടുവന്നാണ് നല്ലത്. യെസ്, ഇനി ഇതിനൊരു ഷെയ്ഡ് നമ്മൾ ഒരു നിഴലിൻ്റെ രൂപത്തിൽ കിട്ടാൻ വേണ്ടി അവിടുന്ന് താഴെ വരെ ലൈറ്റായിട്ട് പെൻസിൽ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തുകയാണ്. അതുപോലെ അവിടെ ഒരു 4.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ വരുന്ന രൂപത്തിൽ, അപ്പോൾ നിഴൽ മേലേന്ന് ആ വെളിച്ചടിക്കുമ്പം നിഴൽ പതിക്കുക ആ രൂപത്തിലാണ്. ഇനി ആ പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാൻ നമ്മളെ ഡാർക്കായിട്ടുള്ള പെൻസിൽ തന്നെ മതി. ഈ രൂപത്തിൽ നമുക്ക് ആ ഷെയ്ഡ് കൊടുക്കാൻ പറ്റും. അധികം ഡാർക്ക് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ ഉപയോഗിക്കാത്തത്. ഒരു ലൈറ്റ് ആഷ് കളറാണല്ലോ വേണ്ടത്. അപ്പോൾ ഡാർക്ക് അപ്സര പെൻസിലാണ്, 2HBയുടെ പെൻസിലാണ്, അതുകൊണ്ട് കൊടുക്കുകയാണ്. മേലോട്ടെത്തുമ്പോൾ ആ ഡാർക്ക് കുറച്ച് കുറഞ്ഞു വരണം. ഏറ്റവും മേലെയുള്ള ഭാഗത്ത് അവിടെ വെളിച്ചം കിട്ടുന്നതാണ്, അവിടെ ഷെയ്ഡ് ഉണ്ടാവില്ലല്ലോ. ഇനി ഇത് ആ ഷെയ്ഡിൻ്റെ ഒരു ഭാഗം ഇതാ ഇവിടെയും കൂടെ ഇങ്ങനെ വരും. ആ ഷെയ്ഡിൻ്റെ ഒരു ഭാഗം ഇതാ മേലോട്ട് ഇങ്ങനെ പോകും, അവിടെ മാത്രം. ഇനി നമുക്ക് ഒരു ഇഷ്ടികയുടെ സാധാരണ ഇഷ്ടിക കളറുണ്ടല്ലോ, ബ്രൗൺ കളർ, അതൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ആ നിഴലിൻ്റെ രൂപത്തിൽ ചെയ്തത് അവിടെ ബ്രൗണും ഒപ്പം അതിൻ്റെ ഡാർക്ക്, നിഴലിൻ്റെ ഡാർക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ കാണുക. ബാക്കിയുള്ള ആ മേലെ ആ വക്കിലൊക്കെ ബ്രൗൺ കളർ, ഇഷ്ടികയുടെ കളർ മാത്രമേ ഉണ്ടാകൂ. സാധാരണഗതിയിൽ ബ്രഷ് പെന്നായിരുന്നു ഞാൻ ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ ബ്രഷ് പെന്നിൻ്റെ ആവശ്യമില്ല, ക്രയോണ് തന്നെയാണ്, അത് തന്നെ മതി. ക്രയോണ് കൊണ്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്യുന്ന നോക്ക്. നമുക്ക് ശരിക്കും ഒരു 3D എഫക്റ്റ് കിട്ടണമെങ്കിൽ ആ നിലത്തുനിന്ന് ഉയർന്നു വരുന്ന രൂപത്തിൽ കാണണമെങ്കിൽ ആ ഒരു പോർഷൻ ആ പേപ്പർ കട്ട് ചെയ്ത് നീക്കണം. എങ്കിലാണ് ആ 3D എഫക്റ്റ് ശരിക്കും അനുഭവപ്പെടുക. ഇതാ ആ പീസ് അങ്ങ് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും മറ്റൊരു കളറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ 3D എഫക്റ്റ് ശരിക്കും കാണാം. ശരിക്കും ഇപ്പം നിലത്ത് നിന്ന് ആ പേപ്പറിൽ നിന്ന് രൂപം ഉയർന്നു നിൽക്കുന്ന പോലെയാണ് ആ ഫീലിംഗ് ഉണ്ടാകുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരുപാട് അന്വേഷണം നടത്താം. ഈ മതിലിൻ്റെ വലുപ്പവും ഉയരവും നീളവും വീതിയും ഒക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വലുതാക്കി വരയ്ക്കാം. ചാർട്ട് പേപ്പറിലേക്ക് ആക്കുമ്പോൾ ഇതിനെ ആനുപാതികമായിട്ട് മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു ഇഷ്ടിക കൊണ്ടുള്ള മതിൽ എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞ്, ഈ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ.